ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിങ്സ് പീറാമി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. കുറച്ചധികം നാളുകളായി നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ വീട്ടിലില്ലടേ, അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. ഞാൻ ഇപ്പോൾ എബ്രോഡാണ്. അപ്പം ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകണോണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്ത. കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടാറുള്ള ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇപ്പം എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ അതൊന്നും എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല. കാരണം കൈ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തിന്ന് വിശപ്പ് മാറ്റുന്ന ഒരു കാര്യത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രവാസി ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വേറെ ഒന്നുമല്ല, നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പ്രവീൺ പ്രണവ് അവരുടെ ഫാമിലിയിൽ ഉണ്ടായിരിക്കുന്ന ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾ എല്ലാവരും വീഡിയോസും കണ്ടു കാണും. അപ്പോ എനിക്ക് ഇന്ന് എനിക്ക് രണ്ട് വർത്തമാനം പറയണമെന്ന് തോന്നി guys. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം വേറൊന്നും അല്ലടേ, എന്റെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയാ, ആ ഒരു കണ്ടീഷൻ, ആ ഒരു ഗർഭിണിയായിട്ടിരുന്ന സമയത്ത് ആ പെണ്ണിന് ഉണ്ടായേക്കുന്ന, അല്ല മൃദുല എന്ന് പറയുന്ന കുട്ടിക്ക് ഉണ്ടായേക്കുന്ന കുറച്ച് ഒട്ടും നമുക്ക്, കാരണം ഞാനൊരു അമ്മയാണ്. ഓക്കെ, ഞാനൊരു അമ്മയാണ്. എനിക്കൊരു 3.5 വയസ്സുള്ള ഒരു മോളുണ്ട്. അപ്പൊ നമ്മള് അറിയാം, നമ്മൾ ആ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയേക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം. അതായത് ഡെലിവറിക്ക് ഒരു 4-5 ഡേയ്സ് മാത്രമുള്ള സമയത്ത് ആ പെങ്കൊച്ച് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയാ, മുതുവത്തടി കിട്ടി, വയറ്റിന് ചവിട്ട് കിട്ടി എന്നെല്ലാം പറയുന്നുണ്ട്, ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് വലിയ വായിൽ കരയുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഒരവസ്ഥയില് അതിനെ നോക്കി നോക്കി നിൽക്കുന്ന പ്രവീണിന്റെ ഫേസും ഒക്കെ നമ്മൾ കണ്ടതാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറയുമ്പോഴായാലും എന്റെ കൈയൊക്കെ ഇങ്ങനെ കോരി പെരുകുന്നുണ്ട് guys. കാരണം വല്ലാത്തൊരു അവസ്ഥയിലൂടെ അവർ കടന്ന്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇവരെ ഫാമിലി. കാരണം ഞാൻ പണ്ടൊട്ടേ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും ഞാൻ കുഞ്ഞു രീതിയിൽ ഇവരെ പണ്ടൊട്ടേ ഇവർ വീഡിയോ കാണുകയും കുഞ്ഞു രീതി ഡാൻസ് ഒക്കെ കളിക്കും. അപ്പൊ ഇവരെ വീഡിയോ കണ്ട് അത് പ്രാക്ടീസ് ചെയ്തിട്ട് റീൽസ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ പണ്ട് തൊട്ടേ പിന്നെ ഇവര് ഫാമിലി വ്ലോഗ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ പിന്നെ സ്ഥിരമായിട്ട് ഇവരെ വീഡിയോസ് കാണാൻ പറ്റുന്ന, ഇപ്പൊ കാണാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ കാണും. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു. ഒരു അച്ഛൻ, ഒരു അമ്മ, 2 സഹോദരങ്ങൾ, അനിയൻ ചേട്ടൻ, പിന്നെ ചേട്ടൻ കല്യാണം കഴിക്കുന്നു, മൃദുല എന്ന് പറയുന്ന കുട്ടി വീട്ടിലേക്ക് വരുന്നു. എന്നിട്ടും അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ജോലിയായിട്ട് പോകുന്നുണ്ട്. അത് കാണുമ്പോ എന്താ പറയാ, ഒരു അസൂയോടെ ആണെങ്കിലും നോക്കി നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു റീൽ ഒരിക്കലും ലൈഫ് അല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഈ കാണിച്ചതും കണ്ടതും ഒന്നുമല്ല റിയൽ ലൈഫ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലടേ, ഇവരെ ഫാമിലിയിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ള കാര്യം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഫാമിലി ഇഷ്യൂസ് ഒക്കെ എല്ലാവരുടെ ലൈഫിൽ, എല്ലാവരുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന കാര്യമാണ്. ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ എല്ലാവരുടെ ഫാമിലിയിലും ഉണ്ട്. പക്ഷെ ഈ ഒരു കണ്ടീഷനിൽ, ഈ ഒരു ഇതിലിരിക്കുന്ന സമയത്ത് ആ പെങ്കൊച്ചിന് ഒരിക്കലും ഇങ്ങനെ ഒരു ഇത് വരരുതായിരുന്നു. കാരണം ആ ഒരു കണ്ടീഷൻ ഇരിക്കുമ്പം എന്താ പറയാ, വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടം കൂടി അതിന്റെ ഭർത്താവിനെ ആക്രമിക്കുന്നു. അത് കണ്ടു നിൽക്കേണ്ടി വരുന്ന അതിന്റെ മാനസികാവസ്ഥ എന്തുവാടേ. ഒന്നുമില്ലെങ്കിലും പ്രണവേ, എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള, നിന്റെ ചേട്ടനല്ലയോ, നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ചിരി കളി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രവീണ, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ചെയ്ത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ആ മൃദുല എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ തെറി വിളിക്കുന്നു. മദ്യപിച്ചിട്ടാണെന്ന് അവര് വീഡിയോയിൽ പറയുന്നുണ്ട്. എന്ത് ചെയ്തിട്ടായാലും നീ ചെയ്ത കാര്യങ്ങൾ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കത് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എനിക്ക് ഇന്നലെ രാത്രിയാണ് ആ വീഡിയോ കാണാനുണ്ടായത്. കണ്ടു തീർന്നിട്ട് ഞാനിങ്ങനെ കിടക്കുന്ന സമയത്തെല്ലാം ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെ ചെയ്യാൻ പറ്റി. ഇവരെ പഴയ വീഡിയോസ് എല്ലാം ഞാൻ ഇങ്ങനെ എടുത്ത് കാണുന്നുണ്ട്. കാരണം ഇവര് തന്നെ ആണോ ഇപ്പൊ ഇവര് തന്നെ ആണോ ഇപ്പൊ വീഡിയോ ചെയ്ത് ഇടുന്നേന്നുള്ളത് ആ ഒരു കൺഫ്യൂഷനോട് കൂടി ഞാൻ ഇങ്ങനെ കാണുന്നുണ്ടായി. കാരണം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. വേറൊന്നുമല്ല, എനിക്ക് ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ആ എന്താ പറയാ, ഗർഭിണിയായിട്ടിരുന്ന സമയത്ത് അതിന്റെ വയറ്റിൽ തൊഴി കിട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടോ. ആ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിപ്പോയെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. പ്രവീൺ അതിൽ പറയുന്നുണ്ട്, എന്താ പറയാ, ഞാനൊരു മൂത്ത മോനാണ്. അപ്പം ഞാനൊരു മൂത്ത മകനായതുകൊണ്ട് തന്നെ ഇളയ മകനായിട്ടുള്ള അവനോടാണ് കൂടുതൽ, 2 മക്കളെ ഒരുപോലെ കാണണം. ഞാൻ എന്റെ വീട്ടിലെ മൂത്ത മോളാണ്. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്നെ എന്റെ അനിയനെയും ഒരുപോലാണ് എന്റെ അച്ഛനും അമ്മയും കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ, എടാ അങ്ങനെ എങ്ങനെ കാണാൻ പറ്റും? 2 മക്കളുണ്ടെങ്കിൽ മൂത്ത ആളെ വേറെ ഇളയ ആളെ വേറെ ടൈപ്പിലൊക്കെ എങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് എന്താ പറയാ, പിന്നെ അമ്മയുടെ സംസാരം, അമ്മയുടെ കുറച്ച് വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഒക്കെ ആ വീഡിയോയിൽ വയ്ക്കുണ്ടായി. ഞാൻ ഇതിനകത്ത് വയ്ക്കുന്നില്ല ഒന്നും. കാരണം നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും, ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും.
ആ വോയിസ് റെക്കോർഡിൽ പറയുന്നുണ്ട്. അതിനകത്ത് ഒരെണ്ണത്തിൽ പറയുന്നുണ്ട്, നിന്റെ ഭാര്യ നിന്റെ പെണ്ണുമ്പിള്ള അത്ര ഇതൊന്നുമല്ല, എന്താ പറയാ, അവൻ ചിലപ്പോ ചീത്ത വിളിച്ചിട്ടുണ്ടായിരിക്കും, അടിച്ചു കാണത്തില്ലെന്ന് അമ്മ പറയുന്നുണ്ട്. അമ്മ എത്ര ഇതിലാ ഇത് പറയുന്നേ? ഏ ഒരു മൂത്ത മകന്റെ ഭാര്യയായിട്ട് വീട്ടിൽ വന്ന് കയറിയിട്ടുള്ള ഒരാളാ ഇളയ മകൻ അടിച്ചു കാണില്ല, ചീത്ത വിളിച്ചു കാണും. അത് എന്ത് എന്ത് രീതിയിലാണ് നിങ്ങൾ അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മ. ഒരു ഫാമിലിയിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളാണ് അമ്മ. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് അവിടെ എന്താ പറയാ, ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളാണ് അമ്മ. അമ്മ എന്ന് പറയുന്ന ആള്. പക്ഷെ ഞാൻ ഇതിന് മുന്നുള്ള റീൽസിലും കാര്യങ്ങളിലും ഒക്കെ കണ്ടിട്ടുള്ള എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരിതുണ്ട്. അമ്മയെ ഞാൻ അത്ര എന്താ പറയാ, എല്ലാ വീഡിയോസിലും നിങ്ങളെ ഞാൻ ഭയങ്കര രസമായിട്ടുണ്ടായിരിക്കും, അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ നിങ്ങളുടെ ഓരോ വാക്കും, അതായത് ആ വോയിസ് റെക്കോർഡിലുള്ള ഓരോ വാക്ക് കേൾക്കുമ്പോഴും അറിയാം നിങ്ങൾ എത്രത്തോളം ആ മൃദുല എന്ന് പറയുന്ന പെൺകുട്ടിയോട് എത്രത്തോളം നിങ്ങൾ അതിനെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സംസാരത്തിൽ കൂടെ ആണെങ്കിൽ പോലും നിങ്ങൾ അതിനെ എത്രത്തോളം ആ ഒരു കണ്ടീഷനിൽ ഇരുന്ന സമയത്തായാലും അതിനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു വോയിസ് റെക്കോർഡിൽ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാ കേസ് എടുക്കണം. നിങ്ങളിപ്പം പോയി കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഇത്രയും ചുണ്ടടിച്ച് പൊട്ടിച്ച് ചോര വരിക, ഈ ഈ ഈ സൈഡിൽ വലിയ രീതിക്ക് ഇങ്ങനെ ചുമന്നിട്ട് ഇങ്ങനെ തടിച്ച പാട് വീണ് കിടക്കുക. എന്തുവാടെ, ഒരു മൂത്ത മകനെ അടിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പിടിച്ചു വെച്ച് കൊടുത്തെന്നാണ് അതിനകത്ത് പറയുന്നത്. ആ വീഡിയോയില് പ്രവീൺ എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ പറയുന്ന. എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറ്റുന്നേ? സ്വന്തം അച്ഛനും അമ്മയും കൂടെ ഒരു ഇളയ മകൻ മൂത്ത മകനെ അടിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എങ്ങനെ സാധിക്കും? എങ്ങനെ പറ്റുന്ന ഒരു കാര്യമാണ്? എന്നിട്ട് കഴിഞ്ഞ ദിവസം അവനിട്ട അവന്റെ പ്രഹസന വീഡിയോയും കണ്ടപ്പം സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ഓ ശരിയാ, എന്താ പറയാ, അച്ഛൻ വിഷമിക്കുന്നുണ്ട്, അമ്മ വിഷമിക്കുന്നുണ്ട്. പക്ഷെ ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോ മനസ്സിലായി ഇതൊന്നല്ല കാര്യം, ഇതൊന്നല്ല കാര്യം. എന്തുവാ ഇത്, 2024 നിങ്ങളൊക്കെ എന്തുവാ ഈ എന്താ പറയാ വീട്ടിലോട്ട് കയറി വരുന്നത്? അതൊക്കെ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ എന്താ അമ്മാവിയമ്മ മരുമക്കൾ, എനിക്കറിയത്തില്ല, അമ്മ എന്റെ അമ്മയൊക്കെ പറഞ്ഞ് എനിക്ക് അറിയാം. അല്ലാണ്ട് ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇല്ലെന്നല്ല, എന്നാലും നിങ്ങളുടെയൊക്കെ എന്താ പറയാ, നിങ്ങൾ എന്നും ഈ വ്ലോഗ്സ് അടിപൊളിയായിട്ട് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് നിങ്ങൾ അങ്ങനെ വീഡിയോ ഇടുന്ന ആൾക്കാരുടെ ഫാമിലിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് അറിയുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ആ പെൺകുട്ടിയുടെ, അതായത് മൃദുല എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ അവസ്ഥ അതിരുന്ന് കരയുന്ന കണ്ടപ്പോ വല്ലാത്തൊരു മാനസിക വിഷമം അത് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തും എനിക്കുണ്ട്. കാരണം ഞാനൊക്കെ ആ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അറിയാം. സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയെന്ന് പറഞ്ഞാൽ ഞാനൊരു അമ്മയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് 3.5 വയസ്സുള്ള ഒരു മോളുണ്ട്. അപ്പൊ അത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും, അതായത് ഡെലിവറി അടുക്കാറായിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട കുറച്ച് കെയറും കാര്യങ്ങളും സന്തോഷവും ഒക്കെ കിട്ടേണ്ട സമയത്ത് അത് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അതിന്റെ എന്താ പറയാ കുറെ വേദനകളും അത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് സത്യം പറഞ്ഞാൽ. ഒരിക്കലും ഇങ്ങനൊന്നും ഒരു ഫാമിലിയിൽ ഉണ്ടാവാതിരിക്കട്ടെ, ഒരിക്കലും. അമ്മ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒറ്റ കാര്യം ഞാൻ എനിക്ക് അമ്മയോട് ചോദിക്കണമെന്നുണ്ട്. കാരണം നിങ്ങളൊന്ന് ഈ വീഡിയോ കാണുമോ എന്ന് എനിക്കറിയത്തില്ല. കാണത്തില്ലെങ്കിൽ പോലും എനിക്ക് പറയാനുള്ളത്, അമ്മ 2 മക്കൾക്ക് ജന്മം കൊടുത്തിട്ടുള്ള ആളാണ്. അമ്മ ഇങ്ങനെ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴത്തേക്ക് അമ്മയുടെ അമ്മയുടെ ഭർത്താവിന്റെ വീട്ടുകാരെ എടുത്തിട്ട് അടിക്കുക, അമ്മയുടെ വയറ്റിൽ ആഞ്ഞ് ചവിട്ടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് എന്തായിരിക്കും? അമ്മ എങ്ങനായിരിക്കും? അതുപോലല്ലേ വന്നു കയറിയ കൊച്ചാണെങ്കിൽ പോലും, നിങ്ങളുടെ മോളല്ലെങ്കിൽ പോലും വന്നു കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മോളായിട്ട് കാണേണ്ട ഒരു കുട്ടിയാണവള്. എനിക്ക് എങ്ങനെ ഇങ്ങനെ, എനിക്കറിയില്ല. എനിക്ക് 10 വർത്തമാനം പറയണമെന്നുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത്. കാരണം ഇതിനൊക്കെ എന്താ പറയാ, സ്വമേധയാ കേസെടുക്കേണ്ടതാ. വനിതാ കമ്മീഷനൊക്കെ ഇത് നിങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരിലേക്ക് എത്തിച്ചിട്ട് സ്വമേധയാ കേസെടുക്കേണ്ട കാര്യമാണിത്. അങ്ങനെ തന്നെ പോവുകയും വേണം. കാരണം ഒരിക്കലും ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവരുത്. ഒരിക്കലും ഉണ്ടാവരുത്. ഒരിടത്തുനിന്ന് കല്യാണം കഴിഞ്ഞ് ഒരുപാട് പ്രതീക്ഷയിലായിരിക്കും ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മരുമക്കളും ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളും ഉണ്ട്. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോണം. കാരണം നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ മാറി നമ്മൾ വേറൊരു വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളെ കെയർ ചെയ്ത് നിർത്തേണ്ടത് നമ്മുടെ ഭർത്താവിന്റെ വീട്ടുകാർ തന്നെയാണ്. അപ്പൊ അവര് തന്നെ നമ്മളോട് ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള, എനിക്കറിയത്തില്ല എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നേ.
ഇപ്പോഴും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾ കാണും. ഇപ്പോഴും പുറത്ത് പറയാത്ത ആൾക്കാർ കാണും. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയായിരിക്കും. കാരണം എന്താ പറയാ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവോ? വേറെ എന്തെങ്കിലും അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ കാണും. ഇത് സത്യം പറഞ്ഞാൽ ഇത് കല്യാണം കഴിഞ്ഞിട്ട് 1 ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ല. 1 വർഷം കൂടി ആയിട്ടില്ല. ഈ ഒരു പ്രവീൺ എന്ന് പറഞ്ഞ മൃദുല എന്ന് പറയുന്ന കുട്ടി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 ഇയർ കൂടി ആയിട്ടില്ല. 1 ഇയർ പോലും ആവാത്ത ഒരു വീട്ടിൽ ഉണ്ടായേക്കുന്ന കാര്യങ്ങളാണ് അടി, ഇടി, തൊഴി. എങ്ങനെ സാധിക്കുംന്ന് എനിക്കറിയത്തില്ല. മുന്നേ പ്രണവ് എന്ന് പറയുന്ന ആ വ്യക്തി ഇട്ട വീഡിയോയില് പ്രണവ് വിതുമ്പി പൊട്ടുന്നുണ്ട്. പിന്നെ അച്ഛൻ, അമ്മ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് അവര് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇത് പ്രവീണിന്റെ വീട് തന്നാണ്. അവൻ എപ്പ വന്നാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. എപ്പ വന്നാലും അവൻ ഇവിടെ കേറി വരാം. അവന് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ ഇവര് തന്നെയാണ് ആ വോയിസ് റെക്കോർഡിൽ നിങ്ങളെല്ലാരും കേട്ട് കാണും. ഇനി നിനക്ക് ഇങ്ങനെ ഒരു അമ്മയില്ല, അച്ഛനില്ല, ഇങ്ങനെ ഒരു അനിയനില്ല, നീ എവിടാന്ന് വെച്ചാ പോയി താമസിച്ചോണം, ഈ വീട്ടിലോട്ട് വന്ന് കയറരുത്. എന്തൊരു അഭിനയവാ, എന്തൊരു അഭിനയവാ നിങ്ങളെയൊക്കെ. ദയവ് ചെയ്ത് ഇങ്ങനെ എന്താ പറയാ, അറിയാം നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ ഇതാണ്. കാരണം നിങ്ങളുടെ കഴിവാണ്. നിങ്ങള് ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ച് എന്താ പറയാ വീഡിയോ ഇട്ട് എല്ലാം നിങ്ങളുടെ കഴിവാണ്. പക്ഷെ അതിങ്ങനെ എന്താ പറയാ, ഞാനൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് അതിലാണ്. ഞാനൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതായിരുന്നു. എന്തോ അടിപൊളി സെറ്റപ്പ് ഫാമിലി, അടിപൊളി ഫാമിലി, വേറെ ലെവൽ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി അതൊന്നുമല്ല റിയാലിറ്റി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടും ഒന്നും ചെയ്യാത്ത രീതിയിൽ വന്ന് വിതുമ്പി പൊട്ടി അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പ്രണവ് എന്ന് പറഞ്ഞ ആളായാലും അച്ഛനായാലും അമ്മയായാലും ഒക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തക്കതായിട്ടുള്ളൊരു ശിക്ഷ കിട്ടണം. കാരണം ഇതൊക്കെ ഗാർഹിക പീഡനത്തിൽ വരുന്ന കാര്യമാണ്. എന്താ പറയാ 1 ഇയർ പോലും ആയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട്. ആ കുട്ടി അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നീതി കിട്ടണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ് പറയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും